ഹല്ലേലൂയ. ഞാനൊരു ഉദാഹരണം പറയാം. ലണ്ടനിൽ ഒരു കൺവെൻഷൻ നടക്കുകയാണ്. ലണ്ടനിൽ ഒരു കൺവെൻഷൻ നടക്കുമ്പോൾ അവിടെ ചെറുപ്പക്കാർ +1 +2 പഠിക്കുന്ന കുറച്ച് ചെറുപ്പക്കാരായ കുട്ടികൾ ഞങ്ങളുടെ കൂടെ കൂടിയിരിക്കുകയാണ്. കൺവെൻഷന് ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി. അവിടെ ചെറുപ്പക്കാരായ കുട്ടികളെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ലൂസ് സ്വഭാവമാണ്. പാർട്ടി കൂടി മദ്യപിച്ച് പാട്ട് പാടി അങ്ങനെ സൊള്ളിയടിച്ച് നടക്കുന്ന കൂട്ടത്തിൽപ്പെട്ടതാണ് കുറേ കുട്ടികൾ. എന്നാൽ ഈ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് കുറച്ച് പേര് ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടിയിരിക്കുകയാണ്. ചെറുപ്പക്കാർ ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്. ഞങ്ങൾ ഒരു ദിവസം എന്ത് ചെയ്തു? ഒരു ദിവസം പറഞ്ഞു ഞങ്ങൾ വചനം പ്രസംഗിക്കാം, യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസായി നിങ്ങൾ ആരാധന വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചിട്ട് അവരോട് പറഞ്ഞ് ആരാധന വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ആ കുട്ടികളെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ വചനം പ്രസംഗിക്കാൻ വേണ്ടി ആൾക്കാരിലേക്ക് പോയി. ഞങ്ങൾ 1 മണിക്കൂർ ഘോരം വചനം പ്രസംഗിച്ച് വേർത്ത് കുളിച്ച് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഈ ചെറുപ്പക്കാരെന്താ ചെയ്യണമെന്നറിയോ? അവർ ചുമ്മാ ഇരുന്ന് ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ടും കൂടെ കൂടി ഇരുന്ന് ഇങ്ങനെ ലവ് ബേർഡ്സ് സംസാരിക്കണോ അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. പരിശുദ്ധ കുർബാന അവിടെ ഇരിപ്പുണ്ട്, അതൊരു മൈൻഡ് ചെയ്യണില്ല. ഇവരുടെ കിളിക്കൊഞ്ചലെല്ലാം കൂടെ കൂടി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ നോക്കാം വേറെ ഒരെണ്ണം ചൂയങ്കൊക്കെ സ്ഥാപിച്ചിങ്ങനെ ഈ തെരുവിൽ നിൽക്കണം, അല്ല 2 എണ്ണം അങ്ങനെ ഇരിക്കണം. ഞാൻ നോക്കുമ്പോൾ ഇതുങ്ങൾ ഫോൺ ചെയ്തിട്ട് ഇതുങ്ങളുടെ ഗേൾ ഫ്രണ്ടിനെല്ലാം വിളിച്ച് വരുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതുങ്ങൾ 2 പേരെ ഇരുന്ന് ചുമ്മാ പരിശുദ്ധ കുർബാനയുടെ മുമ്പിലിരുന്ന് ലോകവർത്താനം പറയുക, കൊച്ചു വർത്താനം പറയുക, ചൂയിങ്ങും കഴിക്കുക, ഒരു വിനോദശാലയിൽ പോലെ ഒരു പാർട്ടിക്ക് പോയാൽ എന്ന പോലെ കിടന്ന് പെരുമാറുക. പരിശുദ്ധ കുർബാന അവിടെ ഇരിപ്പുണ്ട്, അതിനെ മൈൻഡ് ചെയ്യണല്ലേ ഇവർ. ഇത് കണ്ട് ഞങ്ങളുടെ ചങ്ക് തകർന്ന്. ഞാനുണ്ട്, നമ്മുടെ ഈ താഞ്ചൻ ബ്രദറുണ്ട്, പിന്നെ അജയനോ ഒരാൾക്കിടെ ഉണ്ട്. ഞാൻ ചോദിച്ചു തോന്നിയാസികളെ അവിടെ അങ്ങനെ വിളിക്കാൻ പാടില്ല, റഫായിട്ട് പെരുമാറിക്കഴിഞ്ഞാൽ അപ്പം ജയിലിൽ കൊണ്ടിട്ടു. ഞാൻ പറഞ്ഞു ജയിലിൽ കടന്നു, ഇവരെ വിടാൻ പാടില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു തോന്നിയാസികൾ നിങ്ങൾ എവിടെ ഇരിക്കണമെന്ന് അറിയാവോ എന്ന് ചോദിച്ചു. കടന്നു പോകാൻ പറഞ്ഞു. ഉടനെ അവർ നോക്കി, വാട്ട് ഈസ് ദ പ്രോബ്ലം ഫാദർ? അവർക്ക് പ്രോബ്ലം മനസ്സിലാകണില്ല. നമുക്കാണെങ്കിൽ ചങ്ക് പൊട്ടുന്ന വേദന. കാരണം പരിശുദ്ധ കുർബാന ഇരിക്കുന്ന ഇവർ സൊള്ളി അടിക്കിരുന്നത് പാർക്കിൽ ആ മലമ്പുഴ പോലെ ഇതുപോലെ സൊള്ളി അടിക്കലേ കണ്ടിട്ടില്ല. അതേമാതിരി ഇരുന്ന് ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ടും കൂടി ഇരുന്ന് പരിപാടി. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ബോൾഗാട്ടി പാലസാക്കിയെന്ന് ചോദിച്ചത്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരൻ, അവർ ചോദിക്കും വാട്ട് ഈസ് ദ പ്രോബ്ലം ഫാദർ? അവർക്കൊന്നും മനസ്സിലാകണില്ല. ഞാൻ പറഞ്ഞു പരിശുദ്ധ കുർബാനയല്ല അവിടെ ഇരിക്കണമെന്ന് ചോദിച്ചു. അപ്പം ചോദിക്കുകയാണ് അതുകൊണ്ട് എന്താ കുഴപ്പമെന്ന്? പരിശുദ്ധ കുർബാന അവിടെ ഇരുന്നോളൂ, ഞങ്ങളുടെ കാര്യം നടത്തി. ഇവർക്ക് ഇതിനെക്കുറിച്ചൊരു പരിശുദ്ധ കുർബാന എന്താണെന്ന് വാലും മൂട്ടും അറിയാത്തവർ. ഞാൻ പറഞ്ഞു മർക്കട മുഷ്ടികളെ നിങ്ങൾക്ക് പലതെറ്റും ചെയ്യായിരുന്നു, ഇത് കടുങ്കൈയായി പോയെന്ന് പറഞ്ഞു. എന്നിട്ട് നിങ്ങൾക്കൊരു ബോധമില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു അടിച്ച് പുറത്താക്കാൻ പറഞ്ഞു. എല്ലാത്തിനും അടിച്ച് പുറത്താക്കി വാതിലടച്ച് ഞാൻ പിന്നെ വേഗം അതിന് സോറിയൊക്കെ പറഞ്ഞു. ഒരുപാട് പിന്നെ പരിഹാര പ്രാർത്ഥനയും മുട്ടുകുത്തിയുള്ള പ്രാർത്ഥനയും കമിഴ്ന്നു വീണുള്ള പ്രാർത്ഥനയൊക്കെ ചെയ്ത് അറിവില്ലാതെ പറ്റിയതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവർക്ക് വേണ്ടിയൊക്കെ സോറി പറഞ്ഞ് പ്രാർത്ഥിച്ച് ക്ലോസ് ചെയ്തിട്ട് വീണ്ടും വരെ വിളിപ്പിച്ചപ്പോൾ ഇതുങ്ങൾ കുറേ എണ്ണം വിട്ടുപോയി. പ്രൈസ് ദി ലോർഡ്. ഒരു 5-6 എണ്ണം ഇപ്പോഴും തട്ടിമുട്ടി നിൽപ്പുണ്ട്. ഞാൻ ചോദിച്ചു എന്ത് കൊലച്ചതിയാണ് നിങ്ങൾ ചെയ്തതെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറയാണ് അവർക്ക് അപ്പോഴും പ്രശ്നം മനസ്സിലാകണില്ല. ഞാൻ പറഞ്ഞു അത് ഈശോ സ്വർഗത്തിൽ പിതാവിൻ്റെ വലത് ഭാഗത്ത് എഴുന്നള്ളിരിക്കുന്ന യേശുവാണ് അവിടെ ഇരിക്കുന്നത്. ഈ യേശുവിന് മുമ്പിൽ നാളെ നമ്മൾ നിത്യവിധിക്കായിട്ട് പോയി നിൽക്കേണ്ടത്. ഈ യേശുവിന് മുമ്പിൽ നിങ്ങൾ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ വന്ന് നിങ്ങൾ ഇതുപോലെ തമാശ കളിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറയാണ് ഫാദർ ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഞങ്ങൾക്ക് ആരും ഒന്നും പറഞ്ഞു തന്നിട്ടില്ല, ഞങ്ങൾക്ക് അറിയാൻ പാടില്ലെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ കുറച്ച് കണ്ടു. അപ്പം ഞാൻ താഞ്ചബ്രദറിനെ വിളിച്ചു. താഞ്ചബ്രദറിന് സാക്ഷിയല്ലേ, അങ്ങോട്ട് നീ ഇതെല്ലാം താഞ്ചബ്രദർ കണ്ടുകൊണ്ടിരിക്കുക. എൻ്റെ ഞാൻ ഷൗട്ട് ചെയ്യണതെല്ലാം താഞ്ചബ്രദർ കണ്ടുകൊണ്ട് കിടലും കൊണ്ട് നിൽക്കുകയാണ്. താഞ്ചബ്രദറിനോട് പറഞ്ഞു താഞ്ചബ്രദറെ A to Z വരെ കംപ്ലീറ്റ് നമ്മുടെ കത്തോലിക്ക വിശ്വാസം പഠിപ്പിക്കാൻ പറഞ്ഞ് താഞ്ചബ്രദറെ ഏൽപ്പിച്ചു. ഉടനെ താഞ്ചബ്രദർ പറഞ്ഞു കുട്ടി നിങ്ങൾ ചെയ്ത് ദൈവനിന്ദ എന്ന പാപമാണ്. താഞ്ചൻ ബ്രദർ അവരോട് ശരിക്കും എനിക്ക് പെട്ടെന്ന് ക്ഷോഭം വരും. എനിക്ക് പറഞ്ഞാൽ നല്ല ചുട്ട അടി കൊടുക്കാന്നുള്ള എൻ്റെ രീതി. പക്ഷേ താഞ്ചൻ ബ്രദർ കുറച്ചും കൂടെ മയമുള്ള ആളാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് താഞ്ചൻ ബ്രദർ പറഞ്ഞു കുട്ടി ഇത് ദൈവനിന്ദ എന്ന പാപമാണ്, ഇത് ക്രിസ്ത്യാനികൾ ചെയ്യக்கூടാതെ, ക്രിസ്ത്യാനികൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ക്രിസ്ത്യാനികൾ വേറെ എവിടെ എന്തൊക്കെയാണെങ്കിലും ശരി പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ വന്നാൽ അങ്ങേറ്റം ടോപ്പ് റെസ്പെക്റ്റ് കൊടുക്കണം. 5 മിനിറ്റ് ഞാനപ്പോൾ മാറി നിന്നു. ഞാൻ പിന്നെ മിണ്ടാതെ നിൽക്കുകയാണ്. എനിക്കൊരു പരിധി കഴിഞ്ഞ് പിന്നെ മിണ്ടാൻ പറ്റില്ല. ഞാൻ മാറി നിൽക്കുകയാണ്. അപ്പം ഞാൻ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്നറിയോ?
ഈ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് വാവിട്ട് കരയുക. അവിടെ അങ്ങനെ പ്രശ്നമുണ്ട്, കുട്ടികൾക്ക് എന്തെങ്കിലും പറ്റിയ ഗവൺമെൻറ് അപ്പോൾ ഒന്ന് അറസ്റ്റ് ചെയ്യും. ഉടനെ ഞാൻ ഇടപെട്ടു. ഞാൻ എന്താ താഞ്ഞപ്രദർ ചീത്ത പറഞ്ഞോ, എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയോ? അപ്പോൾ അവർ പറയുക, അച്ഛാ ഇന്ന് വരെ ഞങ്ങളോട് ആരും ഇത് പറഞ്ഞു തന്നിട്ടില്ല, ആദ്യമായിട്ടാണ് ഞങ്ങളിത് കേൾക്കണത്. നോക്കി ആ കുട്ടികളുടെ ഹൃദയത്തിൻ്റെ വേദന. ആ കുട്ടികൾ പറഞ്ഞു, അച്ഛാ ഞങ്ങൾ ഇത്രയെങ്കിലും ഉണ്ട്, എന്നാൽ ഞങ്ങളുടെ കൂടെ പഠിക്കുന്നവർക്ക് ഒന്നും അറിയാൻ പാടില്ല, അതുങ്ങൾ ഇതിനു മുമ്പിൽ അവർക്ക് ഒരു ബോധമില്ലെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഇവർക്ക് ശരിക്കും സ്റ്റഡി ക്ലാസ് കൊടുത്ത് കത്തോലിക്ക വിശ്വാസം എന്താണെന്നുള്ളത് ഇവർക്ക് പറഞ്ഞു കൊടുത്ത്, ഇതുങ്ങളുടെ കണ്ണെല്ലാം നിറഞ്ഞങ്ങനെ ഒഴുകുക. എന്നിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഗേൾ ഫ്രണ്ടിനോട് സംസാരിക്കാൻ ഞങ്ങൾക്ക് ശക്തിയില്ല. അവിടുത്തെ ഗേൾ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ ഒരു ജാതി ചളുക്ക പുളുക്കെന്ന് പറഞ്ഞു. ഒരെണ്ണത്തെ കണ്ടാൽ മതി, പിന്നെ നമുക്ക് 5-6 ദിവസം ബുദ്ധിമുട്ടാവും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് താഞ്ഞപ്രദരല്ല ഇതിന് സാക്ഷിയാണ്. ഞാൻ അവിടെ പോയാൽ 2-3 പേരൊക്കെ ഇതിൻ്റെ കൂടെ ഉണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞ താഞ്ഞപ്രദരെ നമുക്ക് ഇതിനോട് സംസാരിച്ച് ശരിയാവില്ല, നമ്മുടെ ശുശ്രൂഷ മുടങ്ങും, എല്ലാം മുടങ്ങും, അതുകൊണ്ട് ഇവർ തന്നെ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഗേൾ ഫ്രണ്ടിനോട് പറയാനുള്ളത് ഞങ്ങൾ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ഒരു കാറ്റഗിസം പറഞ്ഞു കൊടുത്തു. കുർബാന, കുംഭസാരം, കത്തോലിക്ക സഭ, ആരാധന, ഇതൊക്കെ എന്താണെന്ന് പറഞ്ഞു കൊടുത്ത്. അപ്പോൾ ഈ ആൺകുട്ടികൾ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസാണ്, അവരെല്ലാം ശരിക്കും കേട്ട്. എന്നിട്ട് അപ്പോൾ ഒരു പെൺകുട്ടിയും കൂടെ വന്നത് കേൾക്കാൻ വേണ്ടി, ഒരെണ്ണത്തിന് ഗേൾ ഫ്രണ്ടും കൂടെ വന്ന് കേൾക്കാൻ വേണ്ടി, അവളും ഇത് കേട്ട്. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു, ഇനി നിങ്ങൾ അധികം പേരെ വിളിച്ചില്ലെങ്കിൽ കുഴപ്പം, നിങ്ങൾ മര്യാദയ്ക്ക് പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ പോയാൽ പിന്നെ മുട്ടുമേൽ നിൽക്കണം, അവിടെ നിന്ന് ഇറങ്ങാൻ പാടില്ല. നിങ്ങൾക്ക് മുട്ടുമേൽന്ന് ഇരുന്ന് പ്രാർത്ഥിക്കാൻ തോന്നുമ്പോൾ ഒരു കാര്യം, നിങ്ങൾ പുറത്തേക്ക് പോക്കോ, അതിനകത്തിരിക്കേണ്ടതെന്ന് പറഞ്ഞു. മുട്ടുമേൽ നിന്നാൽ പിന്നെ സുള്ളി അടിക്കില്ലെന്ന് ഞങ്ങൾക്കൊരു പ്രതീക്ഷയുള്ളതാണ് അങ്ങനെ പറഞ്ഞത്. അങ്ങനെ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥന. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്നിട്ട് ഞങ്ങൾ വീണ്ടും അടുത്ത സെഷന് പോയി. 11 മണിക്ക് തുടങ്ങിയിട്ട് പിന്നെ 4 മണിക്കാണ് തിരിച്ചു വരണത്. ഞങ്ങൾ 4 മണിക്ക് തിരിച്ചു വരുമ്പോൾ കണ്ട കാഴ്ച എന്നറിയാം. അതിന് ഉച്ചയ്ക്ക് 1 മണിക്കൂർ ഇറങ്ങി, 1 മണിയായപ്പോൾ ഒന്നുകൂടെ ഇറങ്ങി. 1 മണിക്ക് വന്നപ്പം കണ്ട കാഴ്ച, ഇവരെവിടുന്നാന്ന് അറിയാൻ പാടില്ല. നോക്കുമ്പോൾ ആ ഹോള് എന്ന് പറഞ്ഞൊരു 10-29 കുട്ടികൾ, ഗേൾസ് ഫ്രണ്ടും ബോയ് ഫ്രണ്ടും എല്ലാം കൂടെ കൂടി കംപ്ലീറ്റ് മുട്ടുമ്പോൾ നിന്ന് കൈ വിരിച്ചു പിടിച്ച് കരയുക, കണ്ണുനീരൊഴുകി പ്രാർത്ഥന. ഒരു മിനിറ്റുകൾ കൊണ്ട് എല്ലാത്തിനെയും വിളിച്ചു വരുത്തി. ലണ്ടൻ പട്ടണത്തിൽ നിന്ന് വിളിച്ചു വരുത്തിയിട്ട് എല്ലാ ഗേൾ ഫ്രണ്ടിനും അവരൊരു സ്റ്റഡി ക്ലാസ് കൊടുത്ത്, നമ്മൾ ചെയ്ത് തെറ്റ്, കത്തോലിക്ക വിശ്വാസം ഇങ്ങനെയാണ് എന്നെല്ലാം അങ്ങോട്ട് പറഞ്ഞു കൊടുത്ത്. അപ്പോൾ ആ കുട്ടികൾക്ക് അനുതാപം ഉണ്ടായി, അതുങ്ങളും കരഞ്ഞ്. എന്നിട്ട് 2 കരങ്ങൾ ഉയർത്തി പരിഹാരം ചെയ്ത് മുട്ടുമേൽ നിൽക്കുകയാണ്. 11 മണിക്ക് മുട്ടുമേൽ നിന്നിട്ട് 1 മണിക്ക് ഞങ്ങൾ ഇറങ്ങി വരുമ്പോഴും ഇവർ മുട്ടുമേന്ന് അല്ലെങ്കിൽ ഇരിക്കാനോ കസേര നോക്കാനോ ഒന്നും പോയില്ല. ഇതിനും ഈ താഞ്ഞപ്രദർ സാക്ഷി തന്നെയാണ്. അത് കഴിഞ്ഞ് ഞങ്ങളപ്പോൾ ഉച്ചയ്ക്ക് ഊണിന് വിളിച്ചപ്പോൾ അവർ അവിടെ ഫുള്ള് നിന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ ഡിസ്റ്റർബ് ചെയ്യാൻ പോയില്ല. 4 മണി വീണ്ടും ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ ക്ലാസ്സിന് കയറി. 4 മണിക്ക് ഇത് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഇവിടെ മുട്ടുമേൽ തന്നെ നിന്ന് കൈ വിരിച്ച് പിടിച്ച് പ്രാർത്ഥിക്കുക. എന്നിട്ട് തലേ ദിവസം ആൾത്താരയിലേക്ക് ഇവരെ കൊണ്ടുവന്നപ്പോൾ എല്ലാത്തിൻ്റെ വായിൽ ചൂയുങ്ങോ ചവച്ച് ആൾത്താരെ കൂടെ പബ്ലിക്കായിട്ട് നടക്കുക തലേ ദിവസത്തെ. പിറ്റേ ദിവസം 4 മണിക്ക് ആരാധനയ്ക്ക് വേണ്ടി ഇവരെ വിളിച്ച ആൾത്താരയിലേക്ക്. ശരിക്കും നമ്മുടെ നല്ല ഒരു എന്താ പറയുക, നല്ല കൃപയുള്ള കുട്ടികളെ പോലെ ശരിക്കും കൈകൂപ്പി മുട്ടുമേൽ നിന്ന് 4 തൊട്ട് 5 വരെയുള്ള ആരാധനയിൽ മുഴുവൻ കുട്ടികളും പങ്കുചേർന്നു. എന്നിട്ട് തിരിച്ച് അവിടെ പോയി ആ മുറി നിൽക്കുക. ഞങ്ങൾ തിരിച്ചു ചെന്ന് കഴിഞ്ഞപ്പോൾ ബ്ലെസ്സിങ് മേടിച്ച് ശരിക്കും ഒരു പരിശീലനം കിട്ടിയെന്ന പോലെ ആ കുട്ടികളുടെ സ്വഭാവം അങ്ങോട്ട് മാറി. എന്നിട്ട് അന്ന് വൈകുന്നേരം പറയാ, അച്ഛാ ഇത് പറഞ്ഞു തരാം, ഞങ്ങൾക്ക് ആരുമില്ല അച്ഛാ, ആദ്യമായിട്ടാണ് ഞങ്ങളിത് കേട്ടത്. അതുകൊണ്ട് അച്ഛൻ ഈ ലണ്ടൻ പട്ടണത്തിൽ യുവതി യുവാക്കന്മാർക്ക് വേണ്ടി ഒരു ദിവസമെങ്കിലും ഒരു ധ്യാനം വെക്കണം, ഞങ്ങൾ എല്ലാ യുവതി യുവാക്കന്മാരും സംഘടിപ്പിച്ച് ഇവിടെ കൊണ്ടുവരും അച്ഛാന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നമ്മൾ പറഞ്ഞാൽ കേൾക്കില്ല എന്നുള്ളത് പൊട്ടത്തെറ്റാണ്. നമ്മൾ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല എന്നുള്ളത് പൊട്ടത്തെറ്റാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ലണ്ടൻ പട്ടണത്തിൽ യൂണിവേഴ്സിറ്റി രംഗത്ത് ഒരുപാട് ലൂസ് സ്വഭാവത്തോടെ, അങ്ങനെ അവിടുത്തെ പ്രത്യേകിച്ച് മൊറാലിറ്റി അനുസരിച്ച് നമ്മുടെ ഇവിടുത്തെ പോലെ ഒരു സ്ട്രിക്റ്റ് ആയ രീതികളൊന്നുമില്ല. ഓരോരുത്തർക്കും തോന്നിയത് തന്നെ അവിടുത്തെ നിയമം അത് തന്നെ. എന്നാൽ അങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിൽ സഭയുടെ കത്തോലിക്ക സഭയുടെ നല്ല റിജിഡായിട്ടുള്ള നല്ല പ്രബോധനങ്ങൾ ആ ചെറുപ്പക്കാർക്ക് കൊടുത്തപ്പം അതുങ്ങൾ അനുതാപ കണ്ണുനീരിൽ കുതിർന്ന് അതുങ്ങൾ ഗേൾ ഫ്രണ്ടിനെ എല്ലാം വിളിച്ചു വരുത്തി അവർക്ക് പറഞ്ഞു കൊടുത്ത് അവർ ഒരുമിച്ചിരുന്ന് ദിവസം മുഴുവൻ മുട്ടുമെന്ന് കൈവിരിച്ച് പ്രാർത്ഥിക്കുന്ന രംഗമാണ് ലണ്ടൻ പട്ടണത്തിലെ ഒരു കൺവെൻഷൻ ഞങ്ങൾ കണ്ട കാഴ്ച. എന്നിട്ട് അവർ പറയാണ്, ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ ആരുമില്ല അച്ഛാ, അതുകൊണ്ട് ഇവിടെ അച്ഛൻ ഒരു ദിവസം ശുശ്രൂഷ വെച്ചാൽ പോലും ഞങ്ങൾ മുഴുവൻ കുട്ടികളെ ഇവിടെ വിളിച്ചു വരുത്തുമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞത്, നിങ്ങൾ വാ പൊളിച്ച് പറയണം,
നിങ്ങൾ സംസാരിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ പരിശുദ്ധാത്മാവ് ബോധ്യന്ന കാര്യങ്ങൾ, നിങ്ങളുടെ അമ്മയായ സഭ നിങ്ങളെ പഠിപ്പിച്ച കാര്യങ്ങൾ, നിങ്ങൾ ബൈബിളിൽ നിന്ന് പരിശുദ്ധാത്മാക്ക് ബോധ്യന്ന കാര്യങ്ങൾ, നിങ്ങളുടെ അടുത്തുള്ളവരോട്, നിങ്ങളുടെ ബന്ധുക്കളോട്, കോളേജ് സ്റ്റുഡൻസിനോട് നിങ്ങൾക്ക് കർത്താവ് ആരെയാണ് ഏൽപ്പിച്ചു തരുന്നത് അവരോട് നിങ്ങൾ വാ തുറന്ന് പറയണം. അപ്പോൾ അവർ കേൾക്കും, അവരിലൂടെ ആത്മാവ് പ്രവർത്തിക്കും. ഞാനോ താഞ്ചമർദ്ദനോ പ്രസംഗിച്ചാൽ ഉണ്ടാകുന്നേക്കാൾ വലിയ മാനസാന്തരം ആ ചെറുപ്പക്കാര് അവരുടെ ഗേൾ ഫ്രണ്ട്സിനോട് പറഞ്ഞപ്പോൾ ആ കുട്ടികളുടെ മേലുണ്ടായി. അനുതാപ കണ്ണുനീരോടെ പരിഹാരം ചെയ്ത് കൈ വിരിച്ചു പിടിച്ച് അവർ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നിങ്ങളുടെ കാഴ്ചയാണ്. പിന്നീട് ഞങ്ങൾക്ക് പിന്നെ ഒരു അക്ഷരം അവരെ കുറിച്ച് പറയേണ്ടി വന്നിട്ടില്ല. അത്രയും ചിട്ടയും ഡിസിപ്ലിനുള്ള ഒരു ടീം മെമ്പേഴ്സായിട്ട് അവർ രൂപാന്തരപ്പെട്ട്. ഹല്ലേലൂയ, ഉറക്കെ പറ ഹല്ലേലൂയ. അവസാനം ഞങ്ങൾ പിരിഞ്ഞ് ഞങ്ങൾ എവിടെ ശുശ്രൂഷയ്ക്ക് പോയാലും ഇവർ കിലോമീറ്ററുകൾ യാത്ര ചെയ്ത്, അതായത് ട്രെയിൻ കയറി വേണം അവിടെ വരാനായിട്ട്. അല്ലെങ്കിൽ കുട്ടികൾക്ക് സ്വന്തം വണ്ടിയില്ലാത്തതുകൊണ്ട് ഒരു ട്രെയിൻ കയറി വന്ന് ദിവസം മുഴുവൻ ഉപവാസം എടുത്ത് സങ്കീർത്തി നിന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് അവസാനം ഞങ്ങൾ മഹാമർക്കട മുഷ്ടികളുടെ ഒരു പ്രദേശത്ത് ചെന്ന്, ആഷ്ഫോർഡോ ഏതോ ഒരു സ്ഥലം, അവിടെ ചെന്നപ്പോൾ അവിടെ ആരാധനയുടെ സമയത്ത് ഏറ്റവും പുറകിൽ ഒരു നിരീശ്വരവാദി ചുമ്മാ ചിരിച്ചും കളിച്ചിരിക്കുകയാണ്, പരിശുദ്ധ കുർബാനയുടെ വിലയില്ലാതെ. അപ്പോൾ ഈ ചെറുപ്പക്കാര് പുറകിൽ നിന്ന് പ്രാർത്ഥിച്ച് മുട്ടുമെന്ന് രാവിലെ തൊട്ട് പ്രാർത്ഥിക്കുകയാണ്. വൈകുന്നേരം വരെ പ്രാർത്ഥിച്ചിട്ടും ആ നിരീശ്വരവാദി അവിടെ ഇങ്ങനെ ഒരു സെക്കുലർ മനുഷ്യന്മാർ ഇഷ്ടം പോലെ ഉണ്ട്. അഗ്നോസ്റ്റിക്സ് എന്ന് പറയും. അഗ്നോസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ദൈവം ഉണ്ടോ ഒന്നും ബോധമില്ലാത്തവർ, മേൽക്കീഴ് ചിന്തയില്ലാത്തവർ. അപ്പോൾ അതുങ്ങളങ്ങനെ പുറകിൽ രണ്ടെണ്ണം ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ചെറുപ്പക്കാർ വന്ന് പറയുക, അച്ഛാ അവരവിടെ കിടന്ന് ചിരിക്കണം കണ്ടപ്പോൾ ഇറങ്ങി ചെന്ന് രണ്ടങ്ങോട്ട് കൊടുക്കണമെന്ന് തോന്നിയെന്ന് പറഞ്ഞു. പ്രൈസ് നോക്കാം. അപ്പോൾ അവരുടെ ആ ഉള്ളിൽ ആ ഒരു തീഷ്ണത അങ്ങോട്ട് വർദ്ധിച്ചു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു എന്നെ കൊടുക്കൊന്നും വേണ്ട, നമ്മൾ അവർക്ക് വേണ്ടി മുട്ടുമെന്ന് നിന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞങ്ങൾ 2 തലസ് പോയി കഴിഞ്ഞ് കാണുമ്പോൾ അവർ കണ്ട കാഴ്ച എന്നറിയോ? ഈ ചെറുപ്പക്കാർ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി കത്തിജ്വലിക്കുന്ന ഒരു തീപ്പന്തമായി മാറിയൊരു കാഴ്ചയാണ് പിന്നെ ഞങ്ങൾ കണ്ടത്. വലിയ ക്ലാസ്സൊന്നും ഞങ്ങൾ കൊടുക്കാൻ പോയില്ല. ആദ്യം തന്നെ പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ ഇവരെ പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയേ ഉള്ളൂ. അവർ സങ്കീർത്തി നിന്ന് പ്രാർത്ഥിച്ച് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ജ്വലിക്കുന്ന തീപ്പന്തങ്ങളായി അവർ മാറി. സ്വന്തം കയ്യിൽ നിന്ന് പൈസ മുടക്കി, ഞങ്ങൾക്ക് ചിലപ്പോൾ ഫുഡ് ചില സ്ഥലത്ത് നിന്ന് കിട്ടില്ല. അപ്പോൾ ഇവർക്ക് കിട്ടുന്ന ചോക്ലേറ്റ് എല്ലാം എടുത്തോണ്ട് വരിക ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് തരാൻ വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് ഈ ബ്രെഡിൻ്റെ ഇടയിൽ സാൻഡ്വിച്ച് ഞങ്ങൾക്ക് ഇഷ്ടമല്ല, അത് ഞങ്ങൾ കഴിക്കില്ലെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവർക്ക് ചോക്ലേറ്റ് കൊണ്ടു തരുന്നതെന്ന് പറയും, ഇത് എനിക്കുള്ളതാണ്, അച്ഛന് കൊണ്ടുവന്നിരിക്കുകയെന്ന്, ഞങ്ങൾ ടീമിന് കൊണ്ടുവന്നിരിക്കുകയെന്ന് പറഞ്ഞ് അതെല്ലാം എടുത്ത് ഉച്ചയ്ക്ക് കൊടുന്ന് ആരും കാണാതെ തരിക. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട അതുപോലെ സുവിശേഷ വേല സ്നേഹിക്കുന്ന ചെറുപ്പക്കാരായി അവരങ്ങോട്ട് രൂപാന്തരപ്പെട്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വേറൊരു വാക്കി പറഞ്ഞാൽ, ഞാനും നിങ്ങളും പറഞ്ഞാൽ കേൾക്കില്ല, അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞുകൊണ്ടല്ലേ, അല്ലെങ്കിൽ ബ്രദർ പറഞ്ഞുകൊണ്ടല്ലേ എന്ന് ചിന്തിക്കരുത്. ആ ചെറുപ്പക്കാർ പറഞ്ഞപ്പോൾ അവരുടെ ഗേൾ ഫ്രണ്ട്സ് കേട്ട്, ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഗേൾ ഫ്രണ്ട്സ് മാനസാന്തരപ്പെട്ടത്. ആ ചെറുപ്പക്കാർ പറഞ്ഞപ്പോൾ അവർ മാനസാന്തരം, അവർ കർത്താവിൻ്റെ വേലക്കാരായി മാറി. ഞാൻ നിങ്ങൾ പറയണം, നമ്മുടെ ഫ്രണ്ട്സിനോട് പറയണം, നമ്മുടെ കൂട്ടുകാരോട് പറയണം, നമ്മുടെ സഹപ്രവർത്തകരോട് പറയണം, നമ്മുടെ അയൽപക്കത്തുള്ളവരോട് പറയണം. പറഞ്ഞാൽ കേൾക്കും, അവിടെ വ്യത്യാസം ഉണ്ടാവും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനത്തിൽ പഠിപ്പിക്കുകയാണ്, അങ്ങനെ പറയാത്തത് നിമിത്തം ഒരു വ്യക്തി അന്ധകാരത്തിൽ ജീവിച്ച് അന്ധകാരത്തിൽ മരിച്ച് ആ വ്യക്തിയുടെ ആത്മാവ് നരകത്തിൽ പോയാൽ ഞാനും നിങ്ങൾ മരിച്ചു ചെല്ലുമ്പോൾ എന്നോട് നിങ്ങളോടും ആ ആത്മാവിൻ്റെ കണക്ക് ചോദിക്കും. ആ ആത്മാവിൻ്റെ കണക്ക് എന്നോട് നിങ്ങളോട് ചോദിക്കും. നീ എന്തുകൊണ്ട് പറഞ്ഞില്ല, നീ എന്തുകൊണ്ട് ചെയ്തില്ല? ഹല്ലേലൂയ. എസെക്കിയേൽ പ്രവചനത്തിൽ 33-ാം അധ്യായം 1 തൊട്ട് 4 വരെയുള്ള വാക്യങ്ങൾ, കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, നീ നിന്റെ ജനത്തോട് പറയുക, ഞാൻ ഒരു ദേശത്തിൻ്റെ മേൽ വാൾ അയക്കുകയും ആ ദേശത്തെ ജനം തങ്ങളിൽ ഒരുവനെ കാവൽക്കാരനായി നിയമിക്കുകയും വാൾ വരുന്നത് കണ്ടിട്ട് അവൻ കാഹളം മുഴക്കി മുന്നറിയിപ്പ് കൊടുക്കുകയും ചെയ്യുന്നുവെന്നിരിക്കട്ടെ. കാഹളം കേട്ടിട്ടും മുന്നറിയിപ്പ് സ്വീകരിക്കാത്തവനെ വാൾ വിച്ഛേദിച്ച് കളയും. അവൻ്റെ രക്തത്തിന് ഉത്തരവാദി അവൻ തന്നെ. അവൻ കാഹളനാദം കേട്ടു, മുന്നറിയിപ്പ് സ്വീകരിച്ചില്ല, അവൻ്റെ രക്തത്തിന് ഉത്തരവാദി അവൻ തന്നെ. മുന്നറിയിപ്പ് സ്വീകരിച്ചിരുന്നെങ്കിൽ അവനെ തന്നെ രക്ഷിക്കാമായിരുന്നു. അപ്പം നിങ്ങൾ ഈ വചനം കേട്ട് നിങ്ങൾ തിരിച്ചു ചെന്നു നിങ്ങളുടെ അടുത്തൊരു മദ്യപാനിയുണ്ട്. ആ മദ്യപാനിയോട് പറയുകയാണ്, മദ്യപാനി, നീ ഇങ്ങനെ പോയാൽ നിന്റെ ആത്മാവ് നരകത്തിൽ പോകും. നീ പോയി വചനം കേൾക്കണം, നീ ബൈബിൾ വായിക്കണം, നിന്റെ ആത്മാവിനെ രക്ഷിക്കണം, നീ അധ്വാനിക്കണം എന്ന് ആ മദ്യപാനിയോട് നിങ്ങൾ പറയുമ്പം ആ മദ്യപാനി നിങ്ങളോട് ഇങ്ങനെ പറയാന്ന് വിചാരിക്കുക, നാട്ടുകാരെ നന്നാക്കാൻ നടക്കണ നീ ആരാന്ന് എനിക്കറിയാം, നീ ആദ്യം നിന്നെ തന്നെ നന്നാക്ക്.
എന്നെ ഒന്ന് ഉപദേശിക്കാൻ നോക്കണ്ട, എനിക്കറിയാം എന്താ ചെയ്യേണ്ടത് എന്ന് ആ മദ്യപാനി നിന്നോട് ഒരു തട്ടുത്തരം പറഞ്ഞു എന്നിരിക്കട്ടെ. ബൈബിൾ പഠിപ്പിക്കുകയാണ്, നിന്റെ ഡ്യൂട്ടി നീ ചെയ്തു, ബാക്കി കാര്യം അവൻ്റെ കാര്യമാണ്. നീ കാഹളം മുഴക്കിയിട്ട് അവൻ കേട്ടില്ലെങ്കിൽ പിന്നെ നിനക്ക് ഉത്തരവാദിത്വം ഇല്ല. നിന്റെ ഡ്യൂട്ടി കാഹളം മുഴക്കുക എന്നത് മാത്രമാണ്. ഹല്ലേലൂയ. കാഹളം മുഴക്കിയിട്ട് അവൻ കേട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് തെണ്ണപ്പെടാൻ പോകണ്ട. അവൻ ഞാൻ പറഞ്ഞിട്ടും കേട്ടില്ലല്ലോ, അവൻ ഞാൻ പറഞ്ഞിട്ടും ധ്യാനത്തിന് വന്നില്ലല്ലോ, അങ്ങനെയൊന്നും നമ്മൾ വിഷമിക്കാൻ പോകണ്ട. നമ്മുടെ ഡ്യൂട്ടി പറയുക എന്നത് മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരി, ഇത് എൻ്റെ നിങ്ങളുടെ ആത്മാവിന് നിത്യരക്ഷയോട് ബന്ധപ്പെട്ട വിഷയമാണത്. നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ കൺമുമ്പിൽ വെച്ച് തോന്നിയാസം കാണിക്കുമ്പോൾ നിങ്ങൾ വായും പൂട്ടി സ്റ്റിക്കർ ഒട്ടിച്ചിരുന്നത് ശരിയാവുമോ? സംസാരിക്കേണ്ടടുത്ത് സംസാരിക്കേണ്ടവർ സംസാരിക്കണം, പറയേണ്ടടുത്ത് പറയേണ്ടവർ പറയണം, പ്രസംഗിക്കേണ്ടടുത്ത് പ്രസംഗിക്കേണ്ടവർ പ്രസംഗിക്കണം. ഒരു ഇടവക വികാരിയാണെങ്കിൽ ആ ഇടവക വികാരി സമയാസമയത്ത് കാഹളം മുഴക്കിക്കൊണ്ടിരിക്കണം. ഒരു കുടുംബനാഥന് കുടുംബനാഥയാണെങ്കിൽ സമയാസമയത്ത് കാഹളം മുഴക്കിക്കൊണ്ടിരിക്കണം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജനത്തിന് ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കുകയോ, ജനം വരികയോ പോവുകയോ, ഇത് ഇവിടുത്തെ വിഷയമായ സംഗതിയല്ല. ഇവിടുത്തെ പ്രസക്തമായ സംഗതി ആത്മാവിന്റെ നിത്യരക്ഷയ്ക്ക് വേണ്ടി കാഹളം മുഴക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. നിന്റെ മകനും നിന്റെ മകളും തോന്നിയാസം ചളുക്കോ പുളുക്കോ തുറഞ്ഞ് പേക്കോ പേക്കോ എന്നുള്ള ഡ്രസ് ഇട്ട് നടക്കുമ്പം നിന്റെ വാ തുറന്ന് നിനക്ക് ഒരക്ഷരം മിണ്ടിക്കൂടെ? മകനെ മകളെ, നീ ഇതിട്ടാൽ എത്ര പേർക്ക് ദുർമാതൃകയാകും? നീ ഇതിട്ടാൽ ശരിയാവുമോ? നീ ഇതിട്ടാൽ അനേകർക്ക് പാപത്തിന് കാരണമാവില്ലേ? ഒരു ക്രിസ്ത്യാനിക്ക് ഇങ്ങനത്തെ ഉള്ള ഡ്രസ്സ് ദൈവം അനുവദിച്ചിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെ നിനക്ക് വാ തുറന്ന് സംസാരിച്ചുകൂടെ? ദൈവത്തിന്റെ വചനത്തിൽ സാമുവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ഏലി പുരോഹിതന്റെ കുടുംബത്തിലേക്ക് ദൈവം ഇടപെട്ടു. ഏലി പുരോഹിതനെ വിളിച്ചിട്ട് പറഞ്ഞു, നീയും നിന്റെ കുടുംബവും എൻ്റെ സന്നിധിയിൽ നിത്യവും ശുശ്രൂഷ ചെയ്തിരിക്കുമെന്നാണ് ഞാൻ നിനക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം. എന്നാൽ ഇനിമേൽ അങ്ങനെ ആയിരിക്കുകയില്ല, നിന്റെ കുടുംബത്തെ എൻ്റെ മുമ്പിൽ നിന്ന് വിച്ഛേദിച്ച് കളഞ്ഞിരിക്കുന്നു എന്ന് ഏലി പുരോഹിതനോട് കർത്താവ് പറഞ്ഞു. ഉടനെ ഏലി പുരോഹിതൻ ചോദിച്ചു, കർത്താവേ, എന്താ വിഷയം? ഞാൻ കൃത്യമായിട്ടും ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ കുഴപ്പമൊന്നും വരുത്തിയിട്ടില്ലല്ലോ, ഞാൻ കൃത്യമായി എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു, നീ എന്നേക്കാൾ കൂടുതലായി നിന്റെ മക്കളെ ബഹുമാനിക്കുന്നത് എന്തുകൊണ്ട്? ഞായറാഴ്ച മക്കള് പള്ളിയിൽ പോകണ തോന്നിയാസിന് പോകുമ്പോ പറഞ്ഞുകൂടെ? സാബത്തിനെ കുറിച്ച് ഞായറാഴ്ച ആചരണത്തെ കുറിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിൽ ഒരു പ്രബോധനം കൊടുത്തുകൂടെ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫോർട്ട് കൊച്ചി ചെന്നപ്പോൾ കണ്ട കാഴ്ച എന്താണെന്നറിയോ? അവിടെ ഒരു ചേട്ടൻ വന്നിരിക്കുക. ആ ചേട്ടൻ വന്നിട്ട് പറയാണ്, എൻ്റെ അച്ഛാ, എൻ്റെ മകള് വേറൊരു ജാതിയിൽപ്പെട്ട ഒരാളെ കെട്ടിയിട്ട് പോയി. അതായത് മിശ്ര വിവാഹം. നല്ല മര്യാദയ്ക്ക് പഠിപ്പിച്ച്, നല്ല കോളേജിൽ പഠിപ്പിച്ച്, നല്ല ഡ്രസ്സ് കൊടുത്ത്, നല്ല വാഹനത്തിൽ യാത്ര ചെയ്യിപ്പിച്ച്, അങ്ങനെ നല്ല വിധത്തിൽ പഠിപ്പിച്ചു കൊണ്ടുവന്ന് ഒരു ദിവസം ഫോൺ വിളിച്ചിട്ട് പറയാണ്, എന്നെ ഞാൻ അന്വേഷിക്കണ്ട, ഞാൻ ഇന്നയാളുടെ കൂടെ ദുബായിലുണ്ടെന്ന്. രാവിലെ സ്കൂളിലേക്ക് പോയ കുട്ടിയാ, ഞാൻ രജിസ്റ്റർ മാരേജ് ചെയ്തു, ഇങ്ങോട്ട് പോകുന്നു, ഇന്നിപ്പോ വൈകിട്ട് ദുബായിലാണ്. ജാതികളുടെ കൂടെ പോകാൻ മടിയില്ലാത്ത തലമുറ. അപ്പൊ ഞാൻ ചോദിച്ചു, നിന്റെ വിശ്വാസത്തിൽപ്പെടാത്തതും നിന്റെ സമുദായത്തിൽപ്പെടാത്തതുമായ ആളുകളെ കല്യാണം കഴിക്കുന്നത് തെറ്റാണെന്നും നിന്റെ ആത്മാവ് നരകത്തിൽ പോകുന്നു പ്രബോധനം കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ലേ? അപ്പൊ അവർ പറയാണ്, അച്ഛ, ഇതൊക്കെ ഞങ്ങൾക്ക് ആര് പറഞ്ഞു തരാണ്, ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ ഒന്നും കേട്ടിട്ടില്ല, ഞങ്ങൾ പറഞ്ഞിട്ടുമില്ലെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോടൊരു കാര്യം തുറന്നു പറയുകയാണ്. കുറേ പഠിപ്പുള്ളവരും കുറേ പണമുള്ള കുടുംബങ്ങളിലും ഒരുപാട് അരാജകത്വങ്ങൾ അരങ്ങേറുകയാണ്. ബാംഗ്ലൂർ പഠിക്കാൻ വിട്ടാലും, ബോംബെ പഠിക്കാൻ വിട്ടാലും, മദ്രാസിൽ പഠിക്കാൻ വിട്ടാലും, മറ്റ് രാജ്യങ്ങൾക്ക് പഠിക്കാൻ വിട്ടാലും, ഇവിടെ ഇങ്ങനത്തുള്ള ഈ ദൈവവചന വിപരീതമായ തോന്നിയാസ ദുർനടപ്പും ഈ പാവപ്പെട്ട പട്ടിണി പാവങ്ങളായ അന്നന്ന് പണിക്ക് പോകുന്ന കുടുംബങ്ങളാണ് അരങ്ങേറണമെന്ന് ചിന്തിക്കേണ്ട. അപ്പനാരും അമ്മയാരും തിരിച്ചറിവില്ലാത്ത, സഭ ഏത്, വിശ്വാസം ഏതും തിരിച്ചറിവില്ലാത്ത, കുർബാന എന്ത്, കുമ്പസാരം തിരിച്ചറിവില്ലാത്ത ജനങ്ങൾ പെരുകണത് പഠിപ്പില്ലാത്ത പട്ടിണിയുള്ള രാജ്യങ്ങളാണെന്ന് ചിന്തിക്കരുത്. കുറച്ച് പഠിപ്പും കുറച്ച് പണവും കുറച്ച് ജോലിയും ഒന്നിനും കുറവില്ലാത്തൊരു അവസ്ഥ വന്നാൽ അവിടെ മേൽക്കീഴ് ചിന്തയില്ല, അപ്പൻ്റെ വാക്കിന് വിലയില്ല, അമ്മയുടെ വാക്കിന് വിലയില്ല. എങ്ങനെങ്ങനെ വിലയില്ലാതായത്? കുറെ നാളുകൾ തന്നിഷ്ടത്തിന് വിട്ട്, കുറെ നാളുകൾ പ്രബോധനങ്ങൾ ഉപദേശങ്ങൾ ഇല്ലാതായി. പ്രബോധനങ്ങൾ ഉപദേശങ്ങൾ ഇല്ലാതായിട്ട് അവസാനം എല്ലാം നശിച്ചു കഴിഞ്ഞിട്ട് ഇനി എന്ത് പ്രബോധനം, ഇനി എന്ത് ഉപദേശം? സുഭാഷിതം 11-ാം അധ്യായം 14-ാം വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്, മാർഗദർശനം ഇല്ലാഞ്ഞാൽ ജനത നിലംപതിക്കും, കണ്ണി കണ്ടവരെ കെട്ടാൻ മടിയില്ലാത്തവരായി മാറും.
മുള്ളുകളും മുൾപടർപ്പുകളും പടർന്നു പിടിക്കും. ഞായറാഴ്ച ആചരണങ്ങളും സന്ധ്യാപ്രാർത്ഥനകളും ദൈവരാജ്യ വേലയും ആത്മാക്കളുടെ രക്ഷയ്ക്കുള്ള പ്രവർത്തനങ്ങളും സ്വന്തം ആത്മാവിന്റെ രക്ഷയെക്കുറിച്ച് ചിന്തയും എല്ലാം തകിടമറിയും. തന്നിഷ്ടം മാത്രമായിരിക്കും അവിടുത്തെ നിയമം. കാരണം എന്താ? പറയേണ്ടവർ പറഞ്ഞില്ല, ചോദിക്കേണ്ടവർ ചോദിച്ചില്ല, പ്രഖ്യാപിക്കേണ്ടവർ പ്രഖ്യാപിച്ചില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിയമത്തിലെ അതിപ്രധാനമായ ഒരു വചനമാണ്, എൻ്റെ ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ആഗ്രഹിക്കുന്നു. വീണ്ടും അപ്പോസ്തല പ്രവർത്തനം 17-30 വാക്യം, ഇപ്പോൾ ദൈവമാജ്ഞതയുടെ കാലം കണക്കിലെടുക്കുന്നില്ല. ഇപ്പോൾ ലോകത്തിലുള്ള എല്ലാവരും അനുതപിക്കണമെന്നും രക്ഷപ്പെടണമെന്നുമാണ് ദൈവമായ കർത്താവ് ആഗ്രഹിക്കുന്നത്. വീണ്ടും പത്രോസിലേക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ 3-ാം അധ്യായത്തിൽ 9-ാമത്തെ തിരുലിഖിതം, കാലവിളംബത്തെ കുറിച്ച് ചിലർ വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും രക്ഷ പ്രാപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നുവെന്നേ ഉള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പത്രോസ്ലീഹയുടെ ലേഖനത്തിലായാലും അപ്പോസ്തല പ്രവർത്തനങ്ങളാണെങ്കിലും സ്ലീഹന്മാരുടെ പ്രബോധനങ്ങളാണെങ്കിലും യേശുക്രിസ്തുവിന്റെ പ്രബോധനത്തിലാണെങ്കിലും മുഴങ്ങി നിൽക്കുന്ന ഒരു പ്രബോധനം, ഒരാൾ പോലും നശിച്ചു പോകരുത് എന്നുള്ളതാണ്. അതിനുവേണ്ടി ഞാൻ നിങ്ങൾ എന്താ ചെയ്യണത്? നിങ്ങളുടെ പണം എത്രമാത്രം പൈസ ഈ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അച്ഛൻ ഇംഗ്ലണ്ടിൽ ചെന്നപ്പോൾ കണ്ടൊരു കാഴ്ചയുണ്ട്. അവിടെ ഒരു മനുഷ്യൻ ജോലി ഫുള്ള് രാജിവെച്ച് അദ്ദേഹത്തിന്റെ എല്ലാ സമ്പത്തും വരുമാനവും സമയം ഉപയോഗപ്പെടുത്തി ഈ കമ്പ്യൂട്ടറിൽ നിന്ന് കാസറ്റുകള്, വചനപ്രഘോഷണങ്ങള് ഡൗൺലോഡ് ചെയ്തെടുത്ത് ഇംഗ്ലണ്ട് മുഴുവനും നടന്നിട്ട് ക്രിസ്ത്യാനികളുടെ വീടുകളിൽ കൊണ്ടുപോയി കൊടുക്കുക, കേൾക്കാൻ പറഞ്ഞ്. ജോലി രാജിവെച്ചിട്ട് ഇവിടുന്ന് ഒരുപാട് പേര് പണം ഉണ്ടാക്കാൻ വേണ്ടി അവിടെ ചെന്ന് രാപകൽ തലകുത്തി മറിയുമ്പോൾ ഇതാ കുറെ മലയാളികൾ ജോലി വിട്ടുപേക്ഷിച്ചിട്ട് ഇതുവരെ ശേഖരിച്ച മുഴുവൻ പൈസ എടുത്തിട്ട് ഇതാ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ വിശ്വാസികളുടെ ഭവനങ്ങൾ തോറും കയറി ഇറങ്ങി സുവിശേഷം പ്രസംഗിക്കുന്ന വേലയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. എന്താ അതിന്റെ കാരണം? അവർ നമ്മുടെ ലീഫ്ലെറ്റുകളും കാസറ്റുകളും എല്ലാം അവര് പ്രിന്റ് ചെയ്ത് അവരുടെ സ്വന്തം ചെലവിൽ സൗജന്യമായി എല്ലാ മുക്കിലും മുന്നിലെത്തിക്കുകയാണ്. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ച്, ദൈവമേ, ഇതൊക്കെ എന്താണ് ഇങ്ങനെ നടക്കുന്നത്? ജോയേൽ പ്രവചനത്തിൽ നിന്ന് കർത്താവ് ഒരു വെളിപാട് തന്നു. ജനതകളുടെ ഇടയിൽ വിളംബരം ചെയ്യുവീൻ, യുദ്ധത്തിന് ഒരുങ്ങുവിൻ, ശക്തന്മാരെ ഉണർത്തുവിൻ, സകല യോദ്ധാക്കൾ ഒരുമിച്ച് ചേർന്ന് മുന്നേറട്ടെ, നിങ്ങളുടെ കൊഴുവാളായും വാക്കത്തി കുന്തമായി രൂപാന്തരപ്പെടുത്തുവിൻ. നിങ്ങളുടെ കൊഴുവാളായും വാക്കത്തി കുന്തമായി രൂപാന്തരപ്പെടുത്തുക. ഇതെനിക്ക് അറിയാൻ പാടില്ലാത്ത വചനമായിരുന്നു. കൊഴുവാളാക്കുക, വാക്കത്തി കുന്തമാക്കുക. എന്നാൽ ഇംഗ്ലണ്ടിൽ വെച്ചെല്ലാം മനസ്സിലായി. അവരെന്താ ചെയ്യുന്നറിയോ? അവരുടെ കൊഴുവാളാക്കി എന്ന് പറഞ്ഞാൽ അവരുടെ പൗണ്ടുകളെല്ലാം, പൗണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ പണം, ബാങ്ക് ബാലൻസ്, അവരുടെ ബാങ്ക് ബാലൻസ് എല്ലാം ലീഫ്ലെറ്റുകളാക്കി മാറ്റി. അവരാ പണം എടുത്ത് സ്വന്തം പൈസ കൊണ്ട് ലീഫ്ലെറ്റ് അടിച്ച് അത് ഫ്രീ ആയിട്ട് വീടുകളിൽ എത്തിക്കുക. അവരുടെ ബാങ്ക് ബാലൻസ്, അവരുടെ പൗണ്ട് ലീഫ്ലെറ്റുകളാക്കി മാറ്റി. ഹല്ലേലൂയ. അവരുടെ സമയം മധ്യസ്ഥ പ്രാർത്ഥനയാക്കി രൂപാന്തരപ്പെടുത്തി. രാത്രി മുഴുവൻ പള്ളിയിൽ പരിശുദ്ധ കുർബാന എഴുന്നള്ളി ചോദിച്ച് ഇവർ ഇംഗ്ലണ്ടിന് വേണ്ടി മുട്ടുമെന്ന് പ്രാർത്ഥിക്കുക. അവരുടെ സമയം മധ്യസ്ഥ പ്രാർത്ഥനയാക്കി രൂപാന്തരപ്പെടുത്തി. അവരുടെ കഴിവ് ദൈവരാജ്യ വേലയാക്കി അവർ രൂപാന്തരപ്പെടുത്തി. വീട് വീടാന്തരം കയറിറങ്ങി ഓരോ മദ്യപാനിയോട് പറയും, മദ്യപിക്കരുത്, ഇംഗ്ലണ്ടിൽ മദ്യപിക്കരുത്, ദൈവവചന വിപരീതമാണ്, നീ ഒരു കത്തോലിക്കനാണോ, നീ പള്ളി പോകണം. ഹല്ലേലൂയ. എന്താണോ നിനക്കുള്ളത്? ഒരു പക്ഷേ നിനക്കൊരു ജീപ്പ് ഉള്ളതെങ്കിൽ ആ ജീപ്പ് സുവിശേഷ വേലയ്ക്ക് വേണ്ടി രൂപാന്തരപ്പെടുത്തണം. നിനക്ക് കുറച്ച് അറിവോ സമയം ഉണ്ടെങ്കിൽ ആ സമയം നീ എന്തെങ്കിലും വിധത്തിൽ 10 ആത്മാക്കളെ രക്ഷിക്കാനുള്ളൊരു സംഗതിയായി രൂപാന്തരപ്പെടുത്തണം. നിനക്ക് പാട്ട് പാടാൻ കഴിവുണ്ടെങ്കിൽ അത് വാക്കത്തി കൊഴുവായി നീ രൂപാന്തരപ്പെടുത്തണം. ആ പാട്ട് പാടാനുള്ള കഴിവ് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ചാനലായി നീ രൂപാന്തരപ്പെടുത്തണം. നിനക്ക് 10 പേരെ സംഘടിപ്പിക്കാൻ കഴിവുണ്ടോ? അത് 10 ആത്മാക്കളെ രക്ഷിക്കാനുള്ള ഒരു സംഗതിയായിട്ട് നീ രൂപാന്തരപ്പെടുത്തിയെടുക്കണം. നിന്റെ കൊഴുവാളായും വാക്കത്തി കുന്തമായി രൂപാന്തരപ്പെടുത്തുവിൻ. എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ. ഈ സമയം നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, എന്നെ ഉണർത്തണം കർത്താവേ, എന്നെ ജോലിപ്പിക്കണം കർത്താവേ. ഞാൻ ഫോർട്ട് കൊച്ചി ചെന്നപ്പോൾ അവിടെ മനസ്സിലാക്കിയൊരു സംഗതി നിങ്ങളോട് പറയാം. മട്ടാഞ്ചേരിയിൽ ഒരു പള്ളിയിൽ 1435 ഇടവക്കാരുണ്ടായിരുന്നൊരു പള്ളിയാണ്.
ഈ മിശ്രവിവാഹം പെരുകി പെരുകി ഇന്ന് വെറും 400 വീട്ടുകാർ മാത്രം, ബാക്കി വീട്ടുകാരെല്ലാം മറ്റു ജാതിയായി മാറി. ചിന്തിച്ചു നോക്ക്. നമ്മുടെ കേരളത്തിലെ രീതി, ഒരു പള്ളിയുടെ സ്ഥിതിയാണ് ഈ പറയണത്. ഒരു 5-10 വർഷം മുമ്പ് 1435 ഇടവക്കാരുണ്ടായിരുന്നൊരു പള്ളിയിൽ ഇപ്പം വെറും 435 ഇടവക്കാർ മാത്രം. പ്രിയപ്പെട്ട ദൈവമക്കളെ, സുവിശേഷ വേല അങ്ങേറ്റം ദുർബലപ്പെടുന്നിടത്ത്, പ്രബോധനം ഇല്ലാത്തിടത്ത് ജനം കൂട്ടം കൂട്ടമായി നശിക്കുകയാണ്. ആരൊക്കെയാണ് എവിടേക്കാണ് ഉണർന്ന് പ്രവർത്തനം? അവിടെ 10 ആത്മാക്കൾ ഒരുമിച്ച് നിൽക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറ ഹല്ലേലൂയ. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും എല്ലാവരും സത്യം അറിയണമെന്നുള്ള പിതാവിന്റെ ഇഷ്ടമാണ്. ആ ഇംഗിതം അറിയുന്ന ആത്മാവാണ് ഇതുപോലെ ദൈവജനത്തെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതെല്ലാം കേട്ടിട്ട് നിങ്ങൾ മൂടും തട്ടി ചുമ്മാ അങ്ങനെ സൊള്ളി അടിച്ച് ലാലാപാടി വീട്ടിലേക്ക് പോയാൽ പോരാ. ഗൗരവമേറിയ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കുവിൻ. നിങ്ങളുടെ ദേശത്ത് പോയി കാഹളം മുഴക്കണം. നിങ്ങളുടെ കുടുംബങ്ങളിൽ പോയി കാഹളം മുഴക്കണം. ദൈവത്തിലേക്കും ദൈവരാജ്യത്തിലേക്കും പാപത്തിൽ പൂണ്ടു കിടക്കുന്നവരെ ഉണർത്തണം. അതിനുവേണ്ടി ഞാൻ നിങ്ങൾ ഉണരണം. ഒരു കാലത്തൊരു ഇടവക വികാരിയായി ഒന്നും അറിയാത്ത പോലെ ജീവിച്ചിരുന്നോ ഞാൻ. അന്ന് എനിക്ക് ആകെ ഉണ്ടായിരുന്നത് മദ്യനിരോധന സമരവും പിന്നെ കുറച്ച് മരം വെക്കേണ്ട ഏർപ്പാട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഈ ആത്മാക്കളുടെ കൂട്ടം കൂട്ടവൻ നാശം കണ്ടപ്പോൾ അന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ ഒരു സൈന്യനിരയായി രൂപാന്തരപ്പെടുത്തണമേ. കർത്താവ് ഒരു സൈന്യമായിട്ട് രൂപാന്തരപ്പെടുത്തി. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ പൈതലേ, നീ എത്ര ചെറുതാകട്ടെ, എത്ര വലുതാകട്ടെ, കുട്ടിയാകട്ടെ, യുവാവാകട്ടെ, പ്രായമുള്ളവനാകട്ടെ, വാർദ്ധക്യത്തിരിക്കുന്നവനാകട്ടെ, നീ ഇന്ന് പ്രാർത്ഥിച്ചേ, ദൈവമേ ഒരു സൈന്യമായി എന്നെ രൂപാന്തരപ്പെടുത്തണം, ഒരു യുദ്ധനിരയായിട്ട് രൂപാന്തരപ്പെടുത്തണം. എനിക്ക് ആത്മാക്കൾ കൊണ്ട് പ്രവർത്തിക്കണം, എനിക്ക് തിരുസഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം. സഭയുടെ പ്രബോധനങ്ങൾ, ബൈബിളിന്റെ പ്രബോധനങ്ങൾ, സ്വർഗത്തെക്കുറിച്ചുള്ള പ്രബോധനങ്ങൾ, ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പ്രബോധനങ്ങൾ എൻ്റെ ജനത്തിൻ്റെ ഇടയിൽ പ്രഖ്യാപിക്കണം. സഭയിൽ ദൈവജനത്തിൻ്റെ ഇടയിൽ ഒരു ഉണർവ് കൊണ്ടുവരണം. ഞാൻ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ആത്മാവ് ആ പ്രാർത്ഥന ഏറ്റെടുക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഉണർന്നാൽ എൻ്റെ ദേശം ഉണരും. പാപം വളർത്തുന്ന കോട്ടകളെ തകർക്കാൻ എൻ്റെ നിങ്ങളുടെ കരങ്ങൾക്ക് ശക്തി പകരുന്ന ഒരുവനുണ്ട്. അതിന്റെ പേരാണ് പരിശുദ്ധാത്മാവ്. 2 കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കട്ടെ. ഈ പന്തക്കുസ്താ നാൾ വന്ന് കടന്നു പോകുമ്പോ വെറുകൈയോടെ പോകരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കെ സ്തുതിക്കട്ടെ. ഓരോ സ്വരമുയർത്തി സ്തുതിക്കട്ടെ. ഓ ദൈവമേ, രാജ്യത്തിന്റെ വേലക്കാരനാക്കണമേ, രാജ്യത്തിന്റെ ശുശ്രൂഷകനും പ്രഘോഷകനുമാക്കണമേ, രാജ്യത്തിന്റെ ശിഷ്യനാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉണരട്ടെ, ഉണരട്ടെ, ദേശം ഉണരട്ടെ, 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 കുടുംബങ്ങൾ ഉണരട്ടെ. കരങ്ങളടിച്ച് ആത്മാവാ എന്നെ ഉണർത്തണമേ. ഞാനുണർന്നാലൻ ദേശമുണരും. ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ. ഞാനുണർന്നാലൻ ദേശമുണരും. ഉണർത്തണമേ, കരങ്ങൾ ഉയർത്തിയടിച്ച് ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ. ഉണർത്തണമേ കർത്താവേ, എന്നെ ഉണർത്തണമേ. ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ. ആത്മാവാ എന്നെ ഉണർത്തണമേ. ഇരുവശങ്ങളിലേക്ക് കൈകളടിച്ച് വലിയ ഉണർവോടെ അടുത്തു നിൽക്കുന്നവരെ നോക്കി കൂട്ടായ്മയുടെ വലതുകരം നീട്ടിക്കൊടുത്ത് സന്തോഷത്തോടെ കരങ്ങളടിച്ച് പാടുകയാണ്. കാലുകൾ ഇടത്തോട്ട് വലത്തോട്ട് മാറ്റി മാറ്റി ചവിട്ടി സ്വാതന്ത്ര്യത്തോടെ ദൈവജനം ഉണരട്ടെ. പാപത്തിലുറങ്ങും മാനവരെല്ലാം ഉണരും, ആത്മാവലുണരും. പാപത്തിലുറങ്ങും മാനവരെല്ലാം ഉണരട്ടെ, ആത്മാവലുണരും. പാപം വളർത്തും കോട്ടകളെല്ലാം തകരും, ആത്മാവ തകരും. പാപം വളർത്തും കോട്ടകളെല്ലാം തകരും, ആത്മാവ തകരും. കരങ്ങൾ ഉയർത്തിയടിച്ച് ഞാനുണർന്നാലൻ ദേശമുണരും. ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ. ഞാനുണർന്നാലൻ ദേശമുണരും. ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ. തുള്ളിച്ചാടി ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ. ഉണരട്ടെ, എന്നെ ഉണർത്തണമേ. ഉണർത്തണമേ, എന്നെ ഉണർത്തണമേ. ആത്മാവാ എന്നെ ഉണർത്തണമേ. ഇടത്തോട്ട് പുറത്തോട്ട് കൈകളടിച്ച് മുൻപിലും പുറകിലുമുള്ളവരെ മാറി മാറി നോക്കി സന്തോഷത്തോടെ ഒന്ന് വട്ടം തിരിഞ്ഞ് വലിയ ഉണർവോടെ കുടുംബങ്ങൾ ഉണരട്ടെ,
ദേശം ഉണരട്ടെ, സഭ ഉണരട്ടെ, ഇടവകൾ ഉണരട്ടെ. ഉണരും, ആത്മാവാൽ ഉണരും. ഭവനമാകും ജെറുസലേമും ഉണരും, ആത്മാവാൽ ഉണരും. സഭയാകും ജെറുസലേമും ഉണരും, ആത്മാവാൽ ഉണരും. ഉണരട്ടെ, സഭയാകും ജെറുസലേം ഉണരട്ടെ, ഉണരും, ആത്മാവാൽ ഉണരും. കരങ്ങൾ ഉയർത്തിയടിച്ച് ദേശം ഉണരും. ഉണർത്തണമേ എന്നെ ഉണർത്തണമേ, ഞാനുണർന്നാലെ ദേശം ഉണരും. ഉണർത്തണമേ എന്നെ തുള്ളിച്ചാടി ഉണർത്തണമേ എന്നെ ഉണർത്തണമേ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ. ഉണർത്തണമേ എന്നെ ഉണർത്തണമേ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ. ഞാനുണർന്നാലെ ദേശം ഉണരും. ഉണർത്തണമേ എന്നെ ഉണർത്തണമേ, ഞാനുണർന്നാലെ ദേശം ഉണരും. ഉണർത്തണമേ എന്നെ ഉണർത്തണമേ. വട്ടം കറങ്ങി എല്ലാവരെയും മാറി മാറി നോക്കി സന്തോഷത്തോടെ ഒന്ന് തിരിഞ്ഞ് എല്ലാവരെയും നോക്കി കൈകളടിച്ച് ശക്തിയോടെ കൈയടിച്ച് പോരാ പോരാ ഉണർവോടെ. ഉണരും, ആത്മാവാൽ ഉണരും. കോട്ടകളെല്ലാം തകരും, ആത്മാവാൽ തകരും. പാപത്തിലുറങ്ങും മാനവരെല്ലാം ഉണരും, ആത്മാവാൽ ഉണരും. കൈകൾ നന്നായി അടിച്ച് കോട്ടകളെല്ലാം തകരും, ആത്മാവാൽ ഉയർത്തിയടിച്ച് ഉണരും. ഉണർത്തണമേ എന്നെ ഉണർത്തണമേ, ഞാനുണർന്നാലും ദേശമുണരും. ഉണർത്തണമേ എന്നെ തുള്ളിച്ചാടി ഉണർത്തണമേ എന്നെ ഉണർത്തണമേ, ഉയർത്ത ചാടി എന്നെ ഉണർത്തണമേ. ഉണർത്തണമേ എന്നെ ഉണർത്തണമേ, ആത്മാവാൽ എന്നെ ഉണർത്തണമേ. ഞാനുണർന്നാലും ദേശമുണരും. ഉണർത്തണമേ എന്നെ ഉണർത്തണമേ, ഞാനുണർന്നാലും ദേശമുണരും. ഉണർത്തണമേ എന്നെ